ജയ, ഈ 4x2 ടൈല് മാർക്കറ്റിൽ ഭയങ്കര കളി കളിക്കുന്നുണ്ടല്ലോ. എവിടെ നോക്കിയാൽ ഈ 4x2 ഭയങ്കര വില കുറവ്. ഇപ്പൊ അങ്ങാടി 28 രൂപയ്ക്കൊക്കെ 4x2 ടൈല് ഇത്രയും റേറ്റ് കുറഞ്ഞൊക്കെ 4x2 ടൈൽ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോ വെച്ചാൽ ക്വാളിറ്റിയിലെ കോംപ്രമൈസ് ചെയ്താൽ നമുക്ക് ആ റേറ്റിന് എന്തായാലും കൊടുക്കാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ഷോപ്പിൽ വെച്ചിരിക്കുന്നത് 38 രൂപയാണ് നമ്മൾ ഫൈനൽ പ്രൈസ് 4.2 വെച്ചിരിക്കുന്നത്. അതെല്ലാം ഒരു കമ്പനിയുടെ അണ്ടറിൽ. അതൊരു ഓഫർ പ്രൈസ് അല്ലേ? ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാലും നമ്മളെ ഇവിടെ ഉള്ള മെറ്റീരിയലിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു ബെസ്റ്റ് റേറ്റ് എന്നുള്ള ലെവലിലാണ് അത് വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടി അഡ്ജസ്റ്റബിൾ റേറ്റിലേക്കാണ്. അത് നല്ല കമ്പനിയുടെ മാർക്കറ്റിൽ ഇങ്ങനെ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ വെച്ചതാണോ 38 എന്നുള്ള രീതിയിൽ വെച്ചതാണ്? ആക്ച്വലി അതൊരു പോർട്ടിയെ പോലെ നമുക്ക് സെല് ചെയ്താലേ മുതലാവുള്ളൂ. അതെ, അതിലുള്ള പ്രൊഡക്റ്റ് ആണ്. പക്ഷെ നമ്മളിവിടെ ബ്രാൻഡഡ് ടൈൽസിന്റെ കൂടെ നമുക്കത് അത്രയും റേറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വെച്ചതാണ്. അതായത് ഒരു കമ്പനി, ഒരു ബ്രാൻഡിന്റെ അണ്ടറിൽ വരുന്നതാണ്. പക്ഷെ 28 രൂപയുടെ ടൈൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്വാളിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഒന്നല്ല. ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം, നമ്മൾ എല്ലാവരും പറയുന്ന വാക്ക് ക്വാളിറ്റിയാണ്. ഇപ്പൊ നിങ്ങളൊരു 4x2 പരസ്യത്തിൽ നോക്കിയാലും പറയും ക്വാളിറ്റിയുള്ള ടൈലാണ് 4x2 28 രൂപ കൊടുക്കണമെന്നാ പറയാം. അത് ശരിക്കും എന്താണ് ഈ ക്വാളിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഒരു വെട്രിഫൈഡ് ടൈല് 4.2 ചോദിച്ചു വരുന്ന ആൾക്ക് അതിന്റെ ഒറിജിനൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത് വാട്ടർ അബ്സോർപ്ഷൻ ആണ് അതിന്റെ ക്വാളിറ്റി വരുന്നത്. അത് ഒരിക്കലും 28 രൂപയ്ക്ക് കൊടുക്കാൻ കഴിയില്ല. നമ്മളിതൊരു പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ഉണ്ട്. ക്ലേ വ്യൂ ഒക്കെ ആണെങ്കിലും അതുപോലെ തന്നെ അതിന് യൂസ് ചെയ്യുന്ന പ്രിന്റഡ് ഇങ്ക്, അതുപോലെ അതിന്റെ ഹീറ്റിംഗ്, അതിന്റെ പ്രോസസ്സിംഗിൽ വരുന്നത്. അതിപ്പോ ഓരോ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്താലും നമുക്ക് സ്ക്വയർ ഫീറ്റിന് എത്ര രൂപ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതിപ്പോ കമ്പനിക്കാരോട് ചോദിച്ചാൽ തന്നെ പറയും ഇത് ഏത് ക്വാളിറ്റിയിലുള്ള എന്നുള്ളത്. അതിനൊരു ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് വരെ ഉണ്ട്. ഒരു ബ്രാൻഡ് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന് നല്ലൊരു ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് വരെ കമ്പനി യൂസ് ചെയ്യും. അതൊന്ന് 28 രൂപയുടെ സാധനത്തിന് ചോദിച്ചാൽ മതി. നമ്മളിപ്പോ 38 രൂപയ്ക്ക് പോലും ചിലപ്പോ ഒരു ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം. നേരെ മറിച്ച് നല്ലൊരു വെട്രിഫൈഡ് ടൈലില് നമുക്ക് നല്ലൊരു ബ്രാൻഡിനകത്താണെങ്കിൽ നല്ലൊരു ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് വരെ. അപ്പൊ എന്ത് സാധനത്തിനും ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ആണ് അത് ഇഷ്യൂ ചെയ്യാൻ പറ്റും. മനുഷ്യന്മാർക്ക് മാത്രമേ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടാത്തുള്ളൂ. വില കുറയുമ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ടൈലായിട്ട് അതിനെ പറ്റും. പക്ഷെ ഒരു ബ്രാൻഡഡ് ടൈലും ഒരു കുറഞ്ഞ ടൈലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് എന്താണ് കണ്ടുപിടിക്കാൻ കഴിയില്ല. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ക്വാളിറ്റി നല്ല വ്യത്യാസം ഉണ്ടാവും. റേറ്റ് നേരത്തെ ജയം പറഞ്ഞു, ഞാൻ ഇടയിൽ കയറി കേട്ടോ. നേരത്തെ ജയം പറഞ്ഞു പിന്നെ അതിന്റെ വെട്രിഫൈഡ് സംഭവം ആവില്ല അതെന്ന് പറഞ്ഞു. എഗെയിൻ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചോളം വെട്രിഫൈഡ് ടൈൽ എന്ന് പറഞ്ഞാൽ വാട്ടർ അബ്സോർപ്ഷൻ കുറവായിരിക്കുന്നത്. അതുകൊണ്ട് സാധാരണ കസ്റ്റമർക്ക് ഇപ്പൊ എന്താ ഗുണം? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ടൈൽസിനെ കുറെ കാലം കഴിഞ്ഞാൽ കളർ വേരിയേഷൻ വരാം. ഇപ്പൊ പലരും പറയുന്നത് സ്മെല്ലിന്റെ ഇഷ്യൂ. ഈ ക്ലേ പ്രോപ്പറായിട്ട് ചൂടാക്കാതെ ഇരുന്ന് കഴിഞ്ഞാലൊക്കെ ഈ വെള്ളം അടിയുന്ന അബ്സോർപ്ഷൻ ഇപ്പൊ എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കില്ലല്ലോ ഭൂമിയുടെ അവസ്ഥ. ചൂടുകാലത്ത് ചൂടും തണുപ്പ് കാലത്ത് തണുപ്പും വെള്ളം പൊന്തി വരുന്ന. അപ്പോ ഈ വാട്ടർ അബ്സോർപ്ഷൻ വരുന്ന സമയത്ത് കളർ വേരിയേഷൻ മറ്റുള്ള പ്രശ്നങ്ങളല്ല. ഇപ്പൊ ബ്രാൻഡഡ് ടൈൽസ് കൊടുത്താൽ തന്നെ ചിലപ്പോ മാനുഫാക്ചറിംഗ് ഡിഫക്ട് കാരണം കളർ വേരിയേഷൻ വരുന്നുണ്ട്. അത് ഒന്നുമല്ലാത്ത സംഭവം ഇതിൽ എന്തായാലും വരും. കാരണം വളരെ കുറഞ്ഞ ലൈഫാണ് അതിനകത്ത് ഉണ്ടാവുള്ളൂ. ക്വാളിറ്റി പ്രൊഡക്റ്റിനുള്ള ലൈഫ് ഒരിക്കലും ഈ ബ്രാൻഡിനകത്ത് ഈ ഒരു പറഞ്ഞ അതിന് ബ്രാൻഡ് പോലും ഉണ്ടാവില്ല. വെട്രിഫൈഡ് ടൈൽ എന്ന് വരെ ഉണ്ടാവും. അത് എന്തിന്റെ പേരില വെട്രിഫൈഡ് ഒരിക്കലും ആയിരിക്കില്ല. കാരണം നമ്മളിവിടെ 38 രൂപയ്ക്ക് കൊടുക്കുന്ന സാധനം പോലും പ്യൂർ വെട്രിഫൈഡ് നല്ല പോർസിലാനോ ബോഡിയാണ്. കാരണം അത് അങ്ങനെയാണ്. പോർസിലാനോ ബോഡി പഴയ സെറാമിക് ടൈല് അല്ല, സെമി വെട്രിഫൈഡ് ബോഡി പോലെ തന്നെ ആയിരിക്കും. പക്ഷെ വാട്ടർ അബ്സോർപ്ഷൻ ഒരിക്കലും വെട്രിഫൈഡിന്റെ വാട്ടർ അബ്സോർപ്ഷൻ അത് വാട്ടർ അബ്സോർപ്ഷൻ ഫിക്സ് ചെയ്യുന്നത് ഹീറ്റിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ഹീറ്റിംഗ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു കമ്പനിക്ക് മാത്രമേ അതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ കറക്റ്റ് ആയിട്ട് ആ സ്പെസിഫിക്കേഷനിൽ നിർത്താൻ പറ്റുള്ളൂ. അതിനൊരു ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഉണ്ടാവും. അത് ആ കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും. അല്ലാത്ത കമ്പനിക്ക് അത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഗവൺമെന്റ് പ്രൊജക്റ്റിലെ ബ്രാൻഡഡ് മാത്രം യൂസ് ചെയ്യുന്നത്. അവർക്ക് ISA അല്ലെങ്കിൽ ഇപ്പോ 2.2 38 40 എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് 4.2 30 എടുത്തോളൂ. എടുക്കുന്നില്ല. അവർക്ക് ടെക്നിക്കൽ ഒരു ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് മസ്റ്റ്. ശരിയാ, നമ്മൾ അന്ന് വലിയൊരു പ്രോജക്ട് ചെയ്തിരുന്നല്ലോ. നമ്മൾ ULCCയുടെ ഒക്കെ വലിയ പ്രോജക്ട് ചെയ്ത സമയത്തൊക്കെ അവർക്ക് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് വേണം. അതിന് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അത് ബ്രാൻഡഡ് ടൈൽസ് അതിലെ മെയിൻ വാട്ടർ അബ്സോർപ്ഷൻ ആണ്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് കൊണ്ടുപോയ ടൈല് വരെ ഇത് റിജക്റ്റഡ് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ തൃശ്ശൂർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ ടെസ്റ്റ് ചെയ്യാൻ സെന്റർ ഉണ്ടോ? ഉണ്ട്. ഇപ്പൊ എല്ലാ ഗവൺമെന്റ് കൊടുക്കുന്ന സാമ്പിൾ കൊണ്ട് ടെസ്റ്റ് ചെയ്യും. റിജക്റ്റഡ് ആയിട്ട് നമ്മളെ ബ്രാൻഡഡ് വന്നിട്ട്. അപ്പം ഇനി ശരിക്കും പറഞ്ഞ കസ്റ്റമേഴ്സിനോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല് 28 രൂപയ്ക്ക് കിട്ടുന്ന ടൈൽസില് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊന്ന് ചോദിച്ചാൽ മതി. അപ്പൊ അറിയാം ഇതിന്റെയൊക്കെ ഗുണം എന്താണെന്നുള്ളത്. താങ്ക് യു.